അസ്സലാമുഅലൈക്കും. കേരള വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മസ്ജിദ് ചരിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആഗ്രഹങ്ങൾ ആധ്യാത്മികതയ്ക്ക് വഴിമാറി ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം നിറച്ച് ആത്മസാക്ഷാത്കാരം നേടുന്ന പുണ്യദിനങ്ങൾ വിശുദ്ധ റമദാൻ മാസം. ഈ പുണ്യമാസത്തിൽ ചരിത്രമുറങ്ങുന്ന പുരാതനമായ മസ്ജിദുകളെ കുറിച്ചുള്ള പ്രോഗ്രാമാണ് മസ്ജിദ് ചരിത്രം. മസ്ജിദ് ചരിത്രത്തിൽ ഇന്നത്തെ പള്ളി തിരൂരങ്ങാടി വലിയ പള്ളിയാണ്. പുഴയോട് ചേർന്ന് വശ്യമനോഹരമായ സ്ഥലത്താണ് മതവൈജ്ഞാനികതയുടെ വിളനിലമായ തിരൂരങ്ങാടി വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന വിശേഷണമുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിരവധി ഒത്തുചേരലുകൾക്കും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്വദേശാഭിമാനികളായ അനവധി വീര പോരാളികളുടെ ചരിത്രവും ഈ മണ്ണിൽ ചേർന്ന് കിടക്കുന്നുണ്ട്. പുരാതന കാലം മുതൽ ഇസ്ലാമിക സംസ്കാരത്തിന് പ്രാധാന്യം നൽകിയ സ്ഥലമാണ് തിരൂരങ്ങാടി. തിരൂരങ്ങാടി വലിയ ജമാഅത്ത് പള്ളിക്ക് 1350 വർഷം പഴക്കമുണ്ട്. 50 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഹിജ്റ 80 ഈ പള്ളി നിർമ്മിക്കുന്നത്. മാലിക് ബിൻ ദിനാറിൻ്റെ നേതൃത്വത്തിൽ പ്രവാചക അനുചരന്മാർ കേരളത്തിൽ മതപ്രചാരണത്തിന് വേണ്ടി വന്ന കൂട്ടത്തിൽ ആദ്യമായി നിർമ്മിച്ച കൊടുങ്ങല്ലൂർ പള്ളി, അക്കൂട്ടത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് 2ാം ഘട്ടത്തിൽ നിർമ്മിച്ച പള്ളികളുടെ പ്രമുഖ പള്ളിയാണ്. അന്ന് കൊച്ചി പൊന്നാനി, മാടായി, കാസർഗോഡ് തുടങ്ങി പല സ്ഥലങ്ങളിൽ അന്ന് 10ഓളം പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അതിലെ പ്രമുഖ പള്ളിയാണ് തിരൂരങ്ങാടി വലിയ ജമാഅത്ത് പള്ളി. ഈ പള്ളിക്ക് സ്വഹാബത്തിൻ്റെ പ്രവാചകൻ്റെ കാലം തന്നെ അത്ര തന്നെ പഴക്കണമെന്ന് പറയാം. 1350 വർഷം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ തൊട്ടടുത്ത കാലം, താബി എന്നൊക്കെ പറയുന്ന ആ ഘട്ടത്തിൽ നിർമ്മിച്ച പള്ളിയാണത്. മറ്റൊന്നുള്ള മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പള്ളിയാണ് എന്നൊരു പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ ലഹളയിൽ എല്ലാം വലിയ പ്രമുഖ സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണ്. 1745 കമ്പനി പട്ടാളക്കാരുമായിട്ട് സാമൂതിരി രാജാവിൻ്റെ പടയാളികളും കമ്പനി പട്ടാളക്കാരും തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ട്. തിരൂരങ്ങാടി പള്ളിയുടെ കിഴക്ക് വശത്തുള്ള ഒരു മൈതാനിയിൽ വെച്ച്, ആ കാണുന്നതാണ് മൈതാനി, അവിടെ വെച്ച് യുദ്ധം നടന്നിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം ആളുകൾ അന്ന് അവിടെ ഷഹീദായി. പിന്നീട് അത് അവസാനിക്കുകയും 1ാം തിരൂരങ്ങാടി യുദ്ധം എന്ന പേരിലാണത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെടുന്നതാണ് തിരൂരങ്ങാടി കാദി പരമ്പര. ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന മതപരമായ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിൽ ഇടപെടുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം പഴയകാലം മുതലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെടുന്നതാണ് കാദി. തിരൂരങ്ങാടി കാദി പരമ്പരയ്ക്ക് 400-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ കാണുന്ന മക്കാമിലാണ് ബഹുമാനപ്പെട്ട അലിയസ് തങ്ങളാണ് തിരൂരങ്ങാടിലെ പ്രഥമ കാദിയായിട്ട് അറിയപ്പെടുന്നത്. ഇന്നത്തെ കാദി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ്. കാലാകാലങ്ങളിൽ ഈ കാദിമാർ നിയമിക്കുന്നത് 1880 കാദി ആക്ട് പ്രകാരമാണ്. സർക്കാർ ആക്ട് പ്രകാരം സർക്കാർ നിയമിക്കുന്ന കാദിമാരാണ് തിരൂരങ്ങാടിയിൽ കാദിയായി വരാറുള്ളത്. ഹിജ്റ വർഷം 83 മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിൽ 2 ഘട്ടങ്ങളായാണ് തിരൂരങ്ങാടി പള്ളി പണിതുയർത്തിയത് എന്നാണ് ചരിത്രം. പുരാതന പള്ളി ഓല കെട്ടി ചെമ്പൻ നിറമുള്ള പുല്ലുമേഞ്ഞതായിരുന്നു എന്നാണ് ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തൻ്റെ എഴുത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏകദേശം 3.5 നൂറ്റാണ്ടിനു മുമ്പ് പള്ളി ഓലയിൽ നിന്ന് ഓടിട്ട പള്ളിയായി പരിണമിച്ചു. പിന്നീട് കാലത്തിന്റെ കുത്തൊഴുക്കിൽ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് 2011 പള്ളി പുതുക്കിപ്പണിത് ഇന്നത്തെ രീതിയിലാക്കി എത്തിച്ചു. 1921 മലബാർ കലാപത്തോടനുബന്ധിച്ചുള്ള വെടിവയ്പിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ പള്ളിയാണ് തിരൂരങ്ങാടി വലിയ പള്ളി. ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1921 അലി മുസ്ലിയാരെ പിടികൂടാനായി ബ്രിട്ടീഷ് പട്ടാളം പള്ളി വളഞ്ഞു വെടിയുതിർത്തു. ഈ വെടിവയ്പിൽ നിരവധി ധീരദേശാഭിമാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ പള്ളിയിലെ ഖബറിടങ്ങളിൽ സംസ്കരിച്ചതിന്റെ അവശേഷിപ്പുകൾ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇന്നുമുണ്ട്.
ഇബ്നു ബത്തൂത്ത ലോകസഞ്ചാരി അവരെ സഞ്ചാരക്കുറിപ്പിലെല്ലാം ഈ പള്ളിയെക്കുറിച്ച് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ അന്നു മുതൽ തൊട്ട് ഇവിടെ പള്ളി ദർസ് സംവിധാനം അന്നും തൊട്ട് മുതൽ ഇന്ന് വരെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു വരുന്നൊരു ദർസ് ഇപ്പോൾ നല്ല കിടങ്ങയം ഇബ്രാഹിം പൈസയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വളരെ പ്രധാന പങ്ക് വഹിച്ചൊരു പ്രദേശം കൂടിയാണ്. ഇപ്പോഴും ഒരു ദീനീ ചൈതന്യത്തോടു കൂടി നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളതിൽ വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ സ്മരിക്കുകയാണ്. വിശ്വാസികളുടെ അഭിമാന സ്തംഭമായി പൗരാണിക കാലഘട്ടത്തിന്റെ ചരിത്രം വിളിച്ചോതി തിരൂരങ്ങാടി വലിയ പള്ളി ആത്മപ്രബോധനത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കുന്നു. മസ്ജിദ് ചരിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളുടെ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും റംസാൻ മുബാറക്.